അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് അവിടെന്ന് പറഞ്ഞു തരുന്നത്, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? കള്ളു കുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടന്നവനല്ല, പലിശ തിന്ന് നടന്നവനല്ല, ശിർക്ക് ചെയ്ത് നടന്നവനല്ല. പിന്നെ ഈ ദുനിയാവിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? അല്ലാഹുവേ, 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കായിരുന്നു, അല്ലാഹുവിന്റെ നബിമാർക്കായിരുന്നു, അല്ലാഹുവിന്റെ മുർസലീങ്ങൾക്കായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയുമോ? അത് ആദം നബിയല്ല, നൂഹ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല, മൂസാ നബിയല്ല, ദാവൂദ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യൂനുസ് നബിയല്ല, യൂസുഫ് നബിയല്ല, യഹിയാ നബിയല്ല, ഈസാ നബിയല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചത് ആരെയെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത്, ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത്, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചത്, ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചത് എന്റെ പ്രിയമുള്ളവരെ, മഹാരായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തൊന്ന് വായിച്ചു നോക്ക്. കരയാതെ നിനക്കത് വായിച്ചു തീർക്കാൻ കഴിയില്ല. പടച്ചവനെ, ജനിക്കുന്നതിന് മുമ്പേ തന്റെ പിതാവ് പോകുകയാണ്. വാപ്പാനെ ഒന്ന് കാണാ മുത്തുനബിക്ക് കഴിഞ്ഞില്ലല്ലോ. കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ. പടച്ചവനെ, ജീവിതത്തിൽ താങ്ങുമ തടലുമായി നിന്ന ഓരോരോരായി നഷ്ടപ്പെടുകയാണ്. പടച്ചവനെ, പ്രവാചകന്റെ ജീവിതം വല്ലാത്തതായിരുന്നു, വല്ലാത്ത പട്ടിണിയായിരുന്നല്ലോ, വല്ലാത്ത പ്രയാസമായിരുന്നല്ലോ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നടന്ന പ്രവാചകന്റെ ചരിത്രം നിനക്കറിയുമല്ലോ. എന്തിനാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താ? ഒരു പിതാവിനെ താങ്ങാൻ കഴിയാത്ത ഏറ്റവും വലിയ പരീക്ഷണം എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളുടെ മയ്യത്ത് കബറടക്കുന്നതാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ താങ്ങാൻ കഴിയാത്ത ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ? അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളുടെ മയ്യത്ത് കാണുന്നതാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മകളല്ല, രണ്ട് മകളല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയ പ്രവാചകരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹു നിന്നെ ദേഷ്യമായത് കൊണ്ടല്ല, അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഉസ്താദേ, വിവാഹം കഴിഞ്ഞ് എത്രയോ കൊല്ലമായി, മക്കളില്ലല്ലോ ഉസ്താദേ, എനിക്ക് മക്കളില്ലല്ലോ. നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ലാഹു നിന്നെ വേദനിപ്പിക്കുന്നത്, സ്നേഹം കൂടിയത് കൊണ്ടാണ്. സ്നേഹം കൂടിയത് കൊണ്ട് അല്ലാഹു നിനക്ക് പരീക്ഷണം ഇങ്ങനെ തരുന്നത്. പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ, കല്യാണം കഴിഞ്ഞു 15 വർഷമായി, 20 വർഷമായി, ഉസ്താദെ, ഒരു മക്കൾ അല്ലാഹു തന്നില്ലല്ലോ. എത്രയോ കാലമായി ഞാൻ കിടന്നു കഷ്ടപ്പെടുന്നു, എല്ലാവർക്കും വീടായി, എനിക്ക് കൊട്ടാരമൊന്നും വേണ്ട ഉസ്താദെ, മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു കൂര അല്ലാഹു എനിക്ക് തന്നില്ലല്ലോ. ഞാൻ എന്തേ ഉസ്താദെ, ഏത് കച്ചവടം തുടങ്ങിയാലും പൊട്ടിപ്പോണേ. അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിനക്ക് അല്ലാഹു മക്കളെ തരാത്തത്, നിനക്ക് രോഗം തരുന്നത് എന്തുകൊണ്ടാ? നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ. അപ്പൊ നീ ചോദിക്കും, സ്നേഹം കൂടിയ കണ്ണുനീര് കുടിപ്പിക്കോ? അല്ലാഹ് അങ്ങനെ
അല്ല എങ്ങനെ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനൊരു മനുഷ്യനോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ എന്തിനാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പിതാവിനെ ഒന്ന് കണ്ടില്ലല്ലോ? ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ അവസരം കിട്ടിയിരുന്നില്ലല്ലോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യതീമായി ജനിച്ചത്, ഉമ്മാനെ കണ്ടു കൊതിയിരുന്നതിന് മുമ്പേ ഉമ്മയും പോയി. എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് എന്തേ കാരണമെന്നറിയുമോ? അള്ളാഹുവിന് സ്നേഹം കൂടിക്കഴിഞ്ഞാ അള്ളാഹു നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയാ, അള്ളാഹു നമ്മളെ വല്ലാതെ പരീക്ഷിക്കുകയാ, അള്ളാഹു നമ്മളെ വല്ലാതെ ടെസ്റ്റ് ചെയ്യുകയാ.